ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ റിസയുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പം അവൾക്ക് രാവിലെ ഒരു എക്സാം ഉണ്ട്. സോ ഞാൻ അവളുടെ കൂടെ പോകാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചെങ്കിലും പിന്നെ നമ്മൾ ഗൂഗിളിൽ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കി കേട്ടോ. എന്നുവെച്ചാൽ എക്സാം സെൻറ്ററിൻ്റെ ഫോട്ടോസും ലൊക്കേഷനൊക്കെ നോക്കിയപ്പം കുറേ ആൾക്കാർ അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനായിട്ട് കൂടെ വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്പേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന്. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒന്ന് മടിച്ചു. കാരണം രാവിലെ 7 മണിക്ക് പോകണം, 8 to 10, 10:30 സംതിങ് എന്തോ ആണ് എക്സാം. അപ്പോൾ ആ ഒരു 2.5-3 മണിക്കൂർ എടുത്ത് ഞാൻ വെറുതെ പോസ്റ്റ് അടിച്ചിരിക്കണം. അപ്പോൾ അവളും പറഞ്ഞു എനിക്ക് പിന്നെ ഇവിടെ കിടന്നത് രാവിലെ 6 മണിക്കൊക്കെ എണീറ്റ് നമുക്കിവിടെ റെസ്റ്റ് എടുക്കാമല്ലോ, വെറുതെ അവിടെ പോയി വെളിയിൽ പോയി പോസ്റ്റ് അടിക്കണ്ടായിരുന്നു. ഇവിടുന്ന് കുറച്ച് അടുത്ത് തന്നെയാണ്. അപ്പോൾ അവൾ വേഗം വരും. സോ പുള്ളിക്കാരി പോയിട്ടുണ്ട്, ഇപ്പോൾ എത്താറൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാനും എണീറ്റിട്ട് നമ്മൾ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഒന്ന് ഫ്രഷായി. ആൻഡ് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മളുടെ മാത്രം ഉള്ളത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ബ്രെഡ് ജാമാണ് കേട്ടോ. ബ്രെഡ് ജാമൊക്കെ ഉണ്ട്, അപ്പോൾ അത് നമുക്ക് കഴിക്കണം. ആൻഡ് നമ്മൾക്ക് ഇന്ന് പ്രത്യേകിച്ച് പരിപാടീസ് എന്ന് പറയുന്നത് കോഴിക്കോടൊക്കെ ഒന്ന് കറങ്ങാം, അത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസിലാണ് നമ്മുടെ കോഴിക്കോട് വ്ളോഗായിരിക്കും കാണാൻ പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോസ് ഫുള്ള് കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബ്രെഡും ജാമും കഴിക്കാം. കമാൺ. നിങ്ങൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചതെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് ബ്രെഡ് ജാമൊക്കെ മതി. ഹോസ്റ്റലിലെ ആ ഫുഡിലും ഭേദമാണ് നമ്മുടെ ബ്രെഡ് ജാമൊക്കെ എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ് അവിടുത്തെ ഫുഡൊക്കെ വെച്ച് നോക്കി. ഇനി നമുക്ക് മിക്സഡ് ഫ്രൂട്ടിൻ്റെ ജാമാണ്. ഹാപ്പിയുടെ ബ്രാൻഡൊക്കെയാണ് നമുക്ക് കഴിക്കാൻ എന്താണെങ്കിലും കേട്ടോ. ഷുഗർ വരുമായിരിക്കുമല്ലോ ഇതെല്ലാം നമ്മൾ കഴിച്ചിട്ട്. സാരില്ല, എനിക്കിഷ്ടമാണ് കേട്ടോ ബ്രെഡ് ജാമും കഴിക്കാനായിട്ട്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തരുന്നതിലും എനിക്കിഷ്ടം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തന്നാൽ ഭയങ്കര നല്ലതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അവൾ വന്നിട്ട് നമ്മൾ റെഡി ആയിട്ട് നമ്മൾ കോഴിക്കോടൊക്കെ പോകുന്ന വീഡിയോസും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പോയി റെഡി ആയിട്ടൊക്കെ വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ. നമ്മൾ റെഡി ആയിട്ടുണ്ട്. റിസീം എക്സാമൊക്കെ കഴിഞ്ഞെത്തി. ഇനി നമ്മൾ പയ്യെ നട്ടുച്ചയാണ്, എന്നാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ഓക്കെ, സോ വേണം കുട എടുക്കണം. നല്ല വെയിലത്ത് നമ്മൾ കരിയും കേട്ടോ. അതെ, ഭയങ്കര വെയിലാണ്, കാണാൻ പറ്റുന്നുണ്ടോ? നല്ല വെയിലുണ്ട്. അപ്പം നമ്മൾ എന്തായാലും കരിയും പോകുമ്പോൾ. പക്ഷേ ഇവിടെ ഇരുന്ന് നമുക്ക് നാളെ ജോലിക്കും പോകണം. അതുകൊണ്ട് പിന്നെ നമുക്ക് ലീവ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒറ്റ ദിവസമേ ഉള്ളൂ. ഒറ്റ ദിവസമല്ല, 2 ദിവസം. പക്ഷെ നാളെ നമുക്ക് തിരിച്ചു പോകണമല്ലോ. അപ്പോൾ ഇനിവേ നമുക്ക് പോയി ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. സോ നമ്മളിതാ ബസ് സ്റ്റോപ്പിൽ വന്നു. ബസ്സൊക്കെ കയറി കോഴിക്കോടേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി മാനാഞ്ചിറ സ്ക്വയർ കാണാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. അതെ, നമ്മൾ മാനാഞ്ചിറ പോയിട്ട് എന്തായിരുന്നു മാനാഞ്ചിറ സ്ക്വയർ പോയിട്ട് ചമ്മി ഗൈസ്. അവിടെ 2:30 തുറക്കുള്ളൂ. പിന്നെ നമ്മൾ അടുത്ത ബസ് കയറി ഫോക്കസ് മാളിന് പോവാണ്. പോവാം. മാനാഞ്ചിറ സ്ക്വയർ കാണാൻ പറ്റാഞ്ഞത് ഒരു നല്ല സങ്കടമായിരുന്നു കേട്ടോ. കാരണം അതിൻ്റെ വ്യൂ തന്നെ നിങ്ങൾ കണ്ടില്ലേ. ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. അതിന് പുറത്തുനിന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഞാൻ കയറിയിട്ടില്ല. നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയുക. കണ്ടില്ലേ, ഒരു ഏരിയ ഫുൾ ഇങ്ങനെ നിവർന്ന് കിടക്കുകയാണ്. കണ്ടില്ല, വൈകുന്നേരമൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് കളിക്കാൻ വരാൻ പറ്റിയൊരു സ്പോട്ട്. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറി നെക്സ്റ്റ് ഫോക്കസ് മോളിൻ്റെ അവിടെ ഇറങ്ങിയിട്ടുണ്ട് ബസ്.
അപ്പം നല്ല വെയിലായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ദാഹിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കയറിയിട്ട് ഒരു ലൈം ജ്യൂസ് കുടിച്ചു. ആൻഡ് ദെൻ നേരെ അവിടുന്ന് നമ്മൾ ഫോക്കസ് മാളിൽ എത്തിയിട്ടുണ്ട്. അപ്പം ശരിക്കും കോഴിക്കോട് ലുലുവിലൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ടായിരുന്നെങ്കിലും നമുക്ക് തൊട്ടടുത്ത് പോയി വരാൻ പറ്റുന്ന ഒരു മോള് ഫോക്കസ് മോളായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫോക്കസ് മാളിലൂടെ തിരിയാന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മൾ ഓരോരോ ഷോപ്സും കണ്ട് കേട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ താഴത്തെ നിലയിൽ, അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല കുറേ ഓഫേഴ്സും ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നിപ്പോൾ രാവിലെയാണ് ഇവിടെ എത്തിയത്. ഇനി നമ്മൾ തിരിച്ചു പോകണമെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ നൈറ്റ് ആവും. അപ്പോൾ അത്രയും നേരം നമ്മൾ വാങ്ങിയ സാധനങ്ങളും കൊണ്ട് ചുമന്നുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. ബാഗ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ചെറിയ സ്ലിംഗ് ബാഗുമായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും വാങ്ങിയില്ല. പക്ഷെ നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഹോസ്റ്റലിലേക്കൊക്കെ പറ്റിയ കുറേ സ്നാക്സ് ഐറ്റം നല്ല ഓഫേഴ്സിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളും കോഴിക്കോട് ഭാഗത്തുള്ളവരാണെങ്കിൽ ഫോക്കസ് മാളിൽ പോവുക ആൻഡ് അവിടുത്തെ ഹൈപ്പറിൽ പോവുക. അടിപൊളിയായിട്ടുള്ള കുറേ ഓഫേഴ്സിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അതിന് ശേഷം മാക്സിലൊക്കെ കയറി കുറച്ച് ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് നോക്കി ദെൻ നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പയ്യെ നടക്കുകയാണ്. ഓരോരോ ഷോപ്സും കാര്യങ്ങളും ഒക്കെ കണ്ടു കേട്ടിങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് ഇതാ ഫൺ മാക്സ് എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ഏരിയ കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് കയറാൻ തോന്നിയെങ്കിലും പക്ഷേ അതിൽ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, അതായത് 5 years ബിലോ അല്ലെങ്കിൽ 10 years ബിലോ. അപ്പോൾ അത്രയും വയസ്സുള്ളവർക്ക് മാത്രമേ അതിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വെറുതെ ഇത് കണ്ട് കേട്ടിട്ട് നമ്മൾ അവിടെ നിന്നും പയ്യെ ഇറങ്ങി ആൻഡ് ദെൻ നമ്മൾ ഏറ്റവും ടോപ്പിലെ ഫ്ലോറിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയപ്പോഴത്തേക്കുള്ള വ്യൂ ആണിത്. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ടൗൺ ഫുള്ള് നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഈ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് സ്നാക്സും കഴിക്കാൻ പറ്റും കേട്ടോ. അവിടെ അങ്ങനെ ഒരു ഷോപ്പും കൂടെ, ടീ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ഷോപ്പും കൂടെ അവർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫിഷ് സ്പാ വേണമെങ്കിൽ അതും ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു. ചെറിയ ആൾക്കാർ നമ്മൾ വന്ന ടൈമിൽ അവിടെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ കാലിൽ ഇങ്ങനെ ഇക്കിള് കൂടുന്ന പോലെയൊക്കെ തോന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട്. ദെൻ പയ്യെ നമ്മൾ വിചാരിച്ചു അവിടെ നിന്ന് ഇറങ്ങാം. നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഒരു 5 to 10 minutes ഉണ്ടാവുള്ളായിരിക്കും. പക്ഷെ നമ്മളൊരു 2 hours അടുത്ത് നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫോക്കസ് മാളിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഇറങ്ങിയിട്ട് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പിടിക്കാൻ പോവാണ്. സോ അങ്ങനെ നമ്മൾ ഓട്ടോയിലൊക്കെ കയറി ഇനി നമ്മൾ ബീച്ച് സൈഡിലേക്ക് പോവാണ്. ഇപ്പോൾ കോഴിക്കോട് ബീച്ചിന് സൈഡിലായിട്ടുള്ള കാലിക്കറ്റ് കഫ്തീരിയ ആണ് നമ്മുടെ ഫുഡ് അടിക്കാനുള്ള സ്പോട്ടായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്തി കേട്ടോ. അപ്പോൾ കാലിക്കറ്റ് ബീച്ചിനടുത്തുള്ള ഗുജറാത്തി സ്ട്രീറ്റിലാണ് കാലിക്കറ്റ് കഫ്തീരിയ വരുന്നത്. ചട്നി ഉണ്ട്, ഇതുകൊണ്ടില്ലേ അത്തപ്പ് പോലെ നമുക്ക് കിട്ടുന്നത് ഹൽവയാണ് കേട്ടോ. കുറേ അധികം സൈഡ് ഡിഷസ് ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് എക്സ്ട്രാ മയനീസും ചട്നിയും മിൻറ്റ് ചട്നിയൊക്കെ നമുക്ക് തരും കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലാണ്. ഇവിടുത്തെ ഷവായി ഭയങ്കര ഫേമസ് ആണ്. അതിന് ഒരുപാട് വീഡിയോസിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് കാലിക്കറ്റ് കഫ്തീരിയയിലെ മസാല ഷവായി കിഡിലനാന്നൊക്കെ. സോ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. കണ്ടില്ലേ ഗൈസ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഒക്കെയാണ്. ഇത് 2nd ഫ്ലോറിലാണ് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇതിൻ്റെ താഴത്ത് ഗ്രൗണ്ട് ഫ്ലോറിലും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പം നമ്മളിതാ കഴിച്ചു നോക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് എങ്ങനെയാണ് അത് പറഞ്ഞറിയിക്കേണ്ടതെന്ന് പറയാൻ പറ്റുന്നില്ല. അതുമാതിരി ടേസ്റ്റാണ്. ആ മസാല മാത്രം കൂട്ടി കഴിക്കാനാണെങ്കിലും വേറെ ലെവൽ. അപ്പോൾ നിങ്ങൾ കോഴിക്കോട് പോയി ഫുഡ് അടിക്കുമ്പോൾ റഹ്മത്ത് ബിരിയാണിയുടെയൊക്കെ കൂടെ ഒന്ന് കഴിച്ചിരിക്കേണ്ട ഒരു സ്പോട്ടാണ് കാലിക്കറ്റ് കഫ്തീരിയയിലെ മസാല ഷവായി. അപ്പോൾ എനിവേ നമ്മുടെ ആക്രാന്തമൊക്കെ കഴിഞ്ഞു. എല്ല് മാത്രം അവിടെ നിന്ന് ബാക്കി വെച്ചിട്ടുള്ളൂ. ഫുള്ള് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ഇങ്ങനെ നമ്മൾ കഴിക്കുന്നത്. ഷവായ കഴിച്ചു, അടിപൊളി ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മടുത്തു കേട്ടോ, വയറൊക്കെ നിറഞ്ഞിട്ട്. അപ്പോൾ ഇത് നമുക്ക് പയ്യെ ബീച്ചിലേക്ക് പോവാം അല്ലേ. ഫുഡടിച്ച് പയ്യെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് തൊട്ടടുത്ത് ഐബിയ വുമൻ്റെ ഔട്ട്ലെറ്റ് കണ്ടത്. എന്നാൽ പിന്നെ അവിടെയും കൂടെ കയറി കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. സോ ഐബിയ വുമൻ ഒരു ദുബൈ ബേസ്ഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. കുറേ അധികം ഇൻഫ്ലുവൻസേഴ്സ് യൂസ് ചെയ്യുന്നൊരു ബ്രാൻഡാണ്. ഗൈസ്, നമ്മൾ കോഴിക്കോട് ഗുജറാത്തി സ്ട്രീറ്റിൽ കൂടെയാണ് നടക്കുന്നത്. കുഞ്ഞു കുഞ്ഞു കുറേ ഷോപ്സൊക്കെ ഉണ്ട്. നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഗുജറാത്തി സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോഴാണ് ചെറിയൊരു ആർട്ട് കഫേ കണ്ടു. ആൻഡ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേക്ക് നല്ലൊരു ആംബിയൻസ് കേട്ടോ. ഭയങ്കര ഇസറ്റിക് ആയിട്ടുള്ള കുറേയധികം പഴയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു കഫേ. ബട്ട് അതൊരു ടൈം കഫേ ആണ്. നമ്മൾ പേ ചെയ്യണം. നമ്മൾ കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതൊരു ടൈം ബേസ്ഡ് ആയതുകൊണ്ട് നമ്മൾ 1 hour സ്പെൻഡ് ചെയ്യുന്നതിന് 100 rupees സംതിങ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പയ്യെ ഇറങ്ങി. ഇതാണ് കേട്ടോ ആ സ്ട്രീറ്റിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ വോൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ കുറേയധികം ഷോപ്സും കാര്യങ്ങളൊക്കെ കണ്ട് പയ്യെ നമ്മൾ ബീച്ചിലേക്ക് നടക്കാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ ബീച്ചിലേക്ക് നടക്കാനായിട്ട്. ഗൈസ്,
പൊരി വെയിലത്ത് ബീച്ച് കാണാൻ ഇറങ്ങിയേക്കുന്നതാണ് രണ്ടെണ്ണം കൂടെ. രണ്ട് വട്ടുകളും കൂടെ പൊരി വെയിലത്ത് നട്ടുച്ചയ്ക്കാണ് ബീച്ച് കാണാൻ ഇറങ്ങിയതെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. നമ്മളതൊരു 4 മണി സമയത്താണ് എത്തിയതെങ്കിലും ബീച്ചിൽ നല്ല വെയിലുണ്ടായിരുന്നു. സൺസെറ്റ് ആകുമ്പോഴല്ലേ ആ ഒരു ബീച്ചിലെ വൈബ് കിട്ടുള്ളൂ. എനിവേ നമ്മളതിൻ്റെ തീരത്തൊക്കെ ഇരിക്കാനായിട്ട് കുറേ അധികം സാധനങ്ങൾ ഇപ്പം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അവിടെയൊക്കെ ഇരുന്ന് പയ്യെ ബീച്ചൊക്കെ എൻജോയ് ചെയ്തു. മനുഷ്യന്മാർക്ക് പകരം കുറേ അധികം പട്ടികളായിരുന്നു കേട്ടോ ബീച്ചിൽ കൂടുതലും ഉണ്ടായിരുന്നത്. നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെതാ നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല കാറ്റുണ്ട് കേട്ടോ. അതുകൊണ്ട് നടക്കാനൊന്നും ഭയങ്കര ബോറിംഗ് ഒന്നും ഇല്ല. സോ നമ്മളിങ്ങനെ നടക്കാണ്. ഫ്ലേവർ ഒന്ന് ഗസ് ചെയ്തൊക്കെ വാട്ടർമെലണാണ്. വാട്ടർമെലൺ ഗൈസ് ഫ്രീ ആയിട്ട് നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇതെടുത്ത് ഇത് കണ്ടോ, ഈ സാധനമാണ് നമുക്ക് കിട്ടിയത്. അതെ അതെ, അവർ തെറ്റെന്നൊക്കെ ഓർത്ത് വന്നാട്ടോ. നമുക്ക് ടേസ്റ്റ് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഗസ് ചെയ്ത് ഫ്രീ ആയിട്ട് ജ്യൂസ് കിട്ടി. നമുക്ക് ഇവിടെ ഷുഗർ കെയിൻ എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട് ഇവിടെ സ്റ്റാർബക്സിനടുത്ത്. അപ്പോൾ അവരൊരു ക്യാമ്പയിനുമായിട്ട് ഇറങ്ങിയതാണ് സോഷ്യൽ മീഡിയയിൽ. അവരുടെ ജ്യൂസ് ഷുഗർ കെയിനുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഫ്രൂട്ടും കൂടെ ഉണ്ടാവും. അപ്പോൾ അതുമായിട്ട് കുടിച്ചിട്ട് നമ്മൾ ഗസ് ചെയ്യണം ഏതാണെന്നുള്ളത്. ഇതായിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ള. കളർ വെച്ച് ഗസ് ചെയ്യാമോ എന്ന് ചോദിച്ചു, പക്ഷേ കളർ വെച്ച് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോയേനെ. ഇത് ശരിക്കും ഷുഗർ കെയിനും വാട്ടർമെലനും അല്ലേ, വാട്ടർമെലനും ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എടുത്തു കഴിഞ്ഞാൽ പൈസ കൊടുക്കേണ്ടി വരും. പൈസ കൊടുക്കേണ്ടി വരും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ അവർ പറഞ്ഞു പൈസ ഒന്നും വേണ്ട, നിങ്ങൾ അവരുടെ എന്തോ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ്റെ ഭാഗമാണ്. ഫ്രീ ആയിട്ട് ജ്യൂസ് കുടിച്ച് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു. ഷുഗർ കെയിൻ്റെ ആ ഒരു ഷേപ്പ്. അങ്ങനെ കുറച്ചുകൂടെ ബീച്ചൊക്കെ നടന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മളത് ഐസുരുതി കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. ഇതിന് മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ട് കോഴിക്കോട് ബീച്ചിൽ വന്നപ്പോൾ. പക്ഷേ എനിക്ക് അന്നത്തേലും ടേസ്റ്റ് തോന്നി ഇന്നത്തെ ഈ ഐസുരുതി കഴിച്ചപ്പോൾ. അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങളും കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ദെൻ നമ്മൾ കുറച്ച് ഈ ഉപ്പിലിട്ട ഐറ്റംസ്, മാങ്ങ, ക്യാരറ്റ്, നെല്ലിക്ക, അങ്ങനത്തെ കുറച്ച് ഐറ്റംസും കൂടെ കഴിച്ചിട്ട് നേരെ ബീച്ചിലേക്ക് പോയി. അപ്പോൾ ബീച്ച് സൺസെറ്റൊക്കെ ആയിട്ടുണ്ട്. സോ ആ ഒരു വൈബും കൂടെ നമുക്ക് കാണാം. അങ്ങനെ ബീച്ചൊക്കെ കണ്ട് നടന്നിട്ട് വീണ്ടും നമ്മൾ കടി കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ചെറിയ കാടമുട്ട നല്ല മുളകൊക്കെ ഇട്ടിട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കഴിക്കാതെ പോയില്ലല്ലോ. അപ്പോൾ ബീച്ചിൻ്റെ സൈഡിലിരുന്ന ബീച്ചിൻ്റെ വ്യൂ ഒക്കെ കണ്ട് ഞാൻ അതും കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ അധികം നേരം നിന്നില്ല. നേരെ കോഴിക്കോട് നഗരസഭയുടെ കാര്യാലയത്തിൻ്റെ മുന്നിൽ നിന്ന് ബസ്സൊക്കെ കയറി നമ്മൾ ബേപ്പൂർക്ക് പോവാണ്. സോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബേപ്പൂർ ബീച്ചിൻ്റെ വിശേഷങ്ങളാണ്. ഗൈസ്, നമ്മളെവിടെയാണ് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളിതാ ബേപ്പൂരിലുള്ള ജങ്കാറിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കോഴിക്കോട് നിന്ന് ബസ്സൊക്കെ കയറി നേരെ ബേപ്പൂർ സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങി നടന്ന് നമ്മൾ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് ജങ്കാർ ഉണ്ടെങ്കിൽ ജങ്കാറിൽ കയറാൻ. എന്നാൽ പിന്നെ അതും കൂടെ എക്സ്പീരിയൻസ് ചെയ്തേക്കാം, എന്താണ് വന്നല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളതിൽ കയറിയിട്ടുണ്ട്. കയറിയില്ലായിരുന്നെങ്കിൽ ശരിക്കും മിസ് ചെയ്തേനെ കേട്ടോ. കാരണം ആ വ്യൂവും ആ ഒരു ആംബിയൻസും ഒരു സൺസെറ്റും കാറ്റും ഒക്കെ കൂടിയിട്ട് വേറെ ലെവൽ വൈബായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളെ ഭയങ്കര റിലാക്സിങ് ആക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമ്മൾ ജങ്കാർ കണ്ടപ്പോൾ വിചാരിച്ചോ ജങ്കാർ പോകാൻ നമുക്ക് കയറാൻ പറ്റില്ല എന്നൊക്കെ. ബട്ട് എനിവേ ലക്ലി നമുക്ക് ജങ്കാറിൽ കയറാൻ പറ്റി. അങ്ങനെ നമ്മളത് അക്കരെ എത്തി. അവിടെ നിന്ന് വീണ്ടും ടിക്കറ്റ് എടുത്ത് ഈ ജങ്കാറിൽ തന്നെ നമ്മൾ തിരിച്ചു പോരുകയാണ്. കാരണം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈം വെറുതെ പോകത്തേ ഉള്ളൂ. ഇവിടെ കാണാനൊന്നും പ്രത്യേകിച്ചും ഇല്ലതാണ്. നമ്മൾ ജങ്കാറിൽ അങ്ങോട്ട് പോയി ബേപ്പൂർ ബീച്ചിലാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ ജങ്കാരത്തിന് തിരിച്ചു വരികയാണ്. വെറുതെ ഒരു ഓളത്തിന് കയറിയതാണ് കേട്ടോ. തിരിച്ച് നമ്മൾ ജങ്കാറിൽ ബേപ്പൂർ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബേപ്പൂർ ബീച്ചിൻ്റെ മെയിൻ സ്പോട്ടിലേക്ക് നമ്മൾ നടന്നു പോവാണ് കേട്ടോ. സോ നമ്മുടെ ഇന്നത്തെ ആ ഒരു കോഴിക്കോട് ഡേയുടെ ഒരു ഫൈനൽ സ്റ്റേജിലേക്കൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. സുഖമായിട്ട് കിടന്നുറങ്ങാനാണ് നമ്മുടെ പ്ലാൻ. ആൻഡ് ഗൈസ്, നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആ കുഴി കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാം, നമ്മൾ മേരിക്കൊണ്ടൊരു കുഞ്ഞാട്
മൂവിക്കകത്ത് ബിജു മേനോൻ ഇങ്ങനെ കുഴി കുത്തിയിടില്ലേ, ആ ഒരു പൊന്നും കുരിശ് തപ്പി പിടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അതേപോലെയാണ് കേട്ടോ തോന്നിയത്. അപ്പോൾ ബേപ്പൂർ ബീച്ചിൽ ഫുള്ള് പണി നടക്കുമായിരുന്നു. കാരണം അവർ ടൂറിസ്റ്റ് സെൻറ്റർ പോലെ നല്ല രീതിയിൽ റിനോവേറ്റ് ചെയ്ത് അടിപൊളിയാക്കുകയാണ്. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ കുറച്ച് നേരം ബീച്ചിലൊക്കെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ കേട്ടോ. അതുമല്ല നമ്മുടെ കോഴിക്കോട് ബീച്ച് പോലെ അത്ര റഷോ ആൾക്കാരോ ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും സ്നാക്സ് കഴിക്കാൻ പോവാണ്. അപ്പോൾ കോഴിക്കോട് വന്നിട്ട് കല്ലുമ്മക്കായ കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് കോഴിക്കോട് ട്രിപ്പല്ലേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കല്ലുമ്മക്കായ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ റിസ് നമുക്ക് പറഞ്ഞു തന്നു ഇതെങ്ങനെയാണ് പൊട്ടിക്കേണ്ടതെന്നൊക്കെ. ആ ഒരു രീതിയിൽ ഞാൻ ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിക്കാനായിട്ട്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ അറിയത്തില്ലാത്തവർ ഫസ്റ്റ് ടൈം കഴിച്ചപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ദെൻ ആ ബീച്ചിൻ്റെ സൈഡിൽ ആ കാറ്റൊക്കെ കൊണ്ടിരുന്നുള്ളൊരു ചായ കുടിയും കൂടെ വേറെ ലെവലായിരുന്നു കേട്ടോ. പിന്നെ ബേപ്പൂർ ബീച്ചിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഈ ആടുകൾ സ്ഥിരം ഇവിടെ ഉണ്ടാവും. എന്തോ നേർച്ച കാര്യങ്ങളോ എന്തിനോ അത് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ കോഴിക്കോട് ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി വീട്ടിലേക്ക് പോകാൻ കേട്ടോ. വേറെ കാര്യമായിട്ടൊന്നുമില്ല, നേരെ വീട്ടിൽ പോവുക, ഫ്രഷ് ആവുക, കിടന്നുറങ്ങുക. സോ നമ്മൾ ബേപ്പൂർ ബീച്ചിലാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം വീഡിയോ എല്ലാവരും കാണുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയും അടിപൊളി വീഡിയോസായിട്ട് ഇൻഷാല്ലാ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.